ആ ശരി അമ്മേ. ചേട്ടാ അച്ഛനും അമ്മയും നാത്തൂനും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. വരട്ടെ നല്ല വരട്ടെ. അവര് വരില്ലെന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതൊരു അങ്ങനെ പറഞ്ഞത്. അവര് വീടും ബസ്സും നമ്മുടെ പേരിൽ എഴുതി തരാന്നല്ലേ പറഞ്ഞത്. നമുക്ക് കിട്ടുമ്പോഴേ അതങ്ങ് വിൽക്കണം. അതെന്തിനാ? നമുക്ക് വാടകയ്ക്ക് താമസിക്കാം, അതാ രസം. അവര് വരില്ലെന്ന് പ്രാർത്ഥിക്കുമ്പോ നിങ്ങൾ ഇത് എന്തു പറയുന്നത്? എന്ത് ഈ പറഞ്ഞത്? എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? എന്റെ കഴുത്തിൽ വല്ലതും ഉണ്ടോ? എന്റെ കാര്യം വല്ലതും ഉണ്ടോ? എന്റെ കഴുത്തിൽ ഇച്ചിരി പോലും ഇത്ര നാളായിട്ട് നിങ്ങൾ മേടിച്ചു തന്നിട്ടുണ്ടോ? അവര് വന്ന് കയറുമ്പോ ഇതൊന്നും ഇല്ലെന്ന് കണ്ട. എടി നമുക്കൊന്നും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ദയ തോന്നിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കൂടുതൽ തരും. അപ്പൊ ഒന്നുമില്ലായിരിക്കുന്നല്ലേ നല്ലത്? തരത്തില്ല. അതെന്താ? എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. എന്ത് അബദ്ധം? ചേട്ടാ, നമ്മുടെ ഇവിടെ ഒരു കലണ്ടർ ഇല്ലായിരുന്നു, ആ ജ്വല്ലറിയുടെ പരസ്യമുള്ള ഒരു നയൻതാരയുടെ ഫോട്ടോ ഉള്ള ഒരു ഫോട്ടോ ഒത്തിരി സ്വർണ്ണമൊക്കെ ഉള്ള അതിനകത്ത് നയൻതാരയുടെ തല വെട്ടി മാറ്റിയിട്ട് ഞാൻ എന്റെ തല വെച്ചിട്ട് എനിക്ക് ഒത്തിരി സ്വർണ്ണം ഉണ്ടെന്ന് അറിയിക്കാൻ അമ്മയ്ക്ക് ഫോട്ടോ ഇട്ട് കൊടുത്തു. ചേട്ടാ, അവര് വരുമ്പോഴത്തേക്കും ഒരു മാല എവിടുന്നെങ്കിലും ഒരു മാല ഒന്ന് കഴിക്കാൻ പോലും പറ്റില്ലാത്ത വീട്ടിൽ ഞാൻ ഒരു മാലയൊക്കെ എങ്ങനെ ഒപ്പിച്ചെടുത്താൽ ഇതുവരെ ഞാൻ നിങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ കണക്കൊന്നും പറഞ്ഞിട്ടില്ല.